പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വാപ്പയും ഉമ്മയും പാവങ്ങളാണ്. അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. മുത്തുനബി പറഞ്ഞല്ലോ, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നിന്റെ പൊന്നുമ്മയാണ് നിനക്ക് പ്രിയപ്പെട്ടത്. ആ ഉമ്മാനെ നീ വേദനിപ്പിക്കലേ മോനെ. നമ്മുടെ മുത്തുകളാണ് വാപ്പയും ഉമ്മയും, അല്ലേ? നമ്മുടെ മുത്തുകളാണ് വാപ്പയും ഉമ്മയും. നമുക്ക് വേണ്ടി ഉമ്മ സഹിച്ച വേദന എത്രയാണ്, ത്യാഗം എത്രയാണ്. മൂർച്ചയുള്ള കത്തി കൊണ്ട് ശരീരം മുറിച്ച് ഓരോ ഞരമ്പുകളും വലിച്ചെടുക്കുമ്പോൾ എത്ര വേദനയാണോ, അതിൻ്റെ 1000 ഇരട്ടി വേദന സഹിച്ചാണ് പൊന്നുമ്മ നമ്മളെ പ്രസവിച്ചത്. കഷ്ടവും മൂത്രവും കോരി നമ്മളെ വളർത്തിയ പൊന്നുമ്മ. ആ ഉമ്മാനെ നീ വേദനിപ്പിക്കല്ലേ മോനെ. പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് രാത്രി ഉറങ്ങാനായി കിടക്കുമ്പോൾ പാതിരാത്രി നീ കരയുമ്പോൾ നിന്നെ സ്നേഹത്തോടെ കോരിയെടുത്ത് അമ്മിഞ്ഞു തരുന്ന പൊന്നുമ്മ. ഭിത്തിയിലോ കട്ടിലിൻ്റെ കാലിലോ ചാരിയിരുന്ന് ആ പാവത്തിൻ്റെ കണ്ണടഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോഴും ആ ചുണ്ടിൽ നിന്നെ ഉറക്കാനായുള്ള താരാട്ടുപാട്ടുണ്ടാക്കും. ഉറങ്ങാതെ നമ്മൾ ഉറക്കാൻ താരാട്ടുപാടിയ പൊന്നുമ്മ. ആ ഉമ്മാന്റെ മുഖത്തേക്ക് നീ ദേഷ്യത്തോട് നോക്കല്ലേ കൂട്ടുകാരെ. തർക്കുത്തരം പറയല്ലേ കൂട്ടുകാരെ. ഉമ്മയൊന്ന് വഴക്ക് പറഞ്ഞാൽ വാതിൽ വലിച്ചടയ്ക്കല്ലേ, പാത്രം വലിച്ചെറിയല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പ പാവങ്ങളാണ്. അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അവരുടെ നെഞ്ചിനുള്ളിൽ നിങ്ങളോടുള്ള സ്നേഹക്കടലാണ്. അവർ കരയില്ല. എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന മനുഷ്യൻ, അതാണ് നമ്മുടെ വാപ്പ. ആ വാപ്പ ഉരുകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഉപ്പ കൊണ്ട വെയിലിന്റെ തണലാണ് നമ്മുടെ ജീവിതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഉപ്പാന്റെ വിയർപ്പാണ്. ആരുടെങ്കിലും കീഴിൽ അടിമപ്പണി ചെയ്ത് പൊരിവെയിലിൽ ഉരുകി തീരുന്ന പൊന്നുപ്പ. നമ്മൾ പട്ടിണിയാകാതിരിക്കാൻ ഒരു കഷ്ണം റൊട്ടിയും വെള്ളവും കുടിച്ച് അറബി നാട്ടിൽ എരിഞ്ഞു തീരുന്ന പൊന്നുപ്പാന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് ഇന്നലെ കണ്ട ഒരാളുടെ കൂടെ ഇറങ്ങി പോകല്ലേ കൂട്ടുകാരി. നമുക്കൊരു ചെറിയ പനി വന്നാൽ, വീട്ടിലെത്താൻ ഒരല്പം വൈകിയാൽ അവരുടെ നെഞ്ചു കിടന്ന് പിടയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവർക്ക് എന്തൊരു ബേജാറാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം നൽകേണ്ടത്. അവർ മരിച്ച് പള്ളിക്കാട്ടിൽ പോകും മുമ്പ് നമുക്ക് അവരുടെ പൊരുത്തം വേണം കൂട്ടുകാരെ. നിങ്ങൾ അവരോട് വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ ഓർത്ത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം.